സംഭവമാണ്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങിയ സാധാരണ ഞാനൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം. നമ്മളൊരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 5 years ആവണം അല്ലെ നമ്മുടെ ബിസിനസിന്റെ ഒരു ചെറിയൊരു നമ്മുടെ ഒരു സ്ട്രഗിളിംഗ് ഘട്ടം, ഒരു ബിസിനസ് റൈറ്റ് ആണോ അല്ലെങ്കിൽ കറക്റ്റ് ആണോ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ബിസിനസിന്റെ ഒരു ചെറിയൊരു വിജയം, ഒരു ചെറിയൊരു സക്സസ് എന്ന് പറഞ്ഞത് നമുക്ക് ഒരു 5 years ആവും അല്ലെ. ഈ 5 years നമ്മൾ അത്ര എഫർട്ട് കിട്ടാൻ മാത്രം അറിയുള്ളൂ. ചില ബിസിനസ് തുടങ്ങും, പെട്ടെന്ന് തന്നെ ആ ബിസിനസ് കയറി പോകും, പക്ഷെ അതുപോലെ തന്നെ കിട്ടണം. മനസ്സിലായി? അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു ബിസിനസ് 5 വർഷം മിനിമം ഇൻവെസ്റ്റ് ചെയ്യണം. ഉള്ള ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമാണ് ഒരു ബിസിനസ് 5 വർഷം എടുത്താൽ മാത്രം. അതിനിടയിൽ ചിലപ്പോൾ വളരെ താഴ്ന്നു പോയാലും നമുക്ക് ആ പ്രശ്നമൊക്കെ പരിഹരിച്ചിട്ട് മുന്നോട്ട് പോകണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 5 years ഉറപ്പായിട്ട് എടുക്കും. ചില ആളുകൾക്ക് കുറയും, സ്കില്ല് കൂടുമ്പോൾ കുറയും. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ 5 years മിനിമം നമുക്ക് എടുത്താലാണ് ഒരു ബിസിനസ്. പക്ഷെ നമ്മുടെ രണ്ടാമത്തെ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് എത്ര സമയം എടുക്കും? ഇതിന്റെ പകുതി പോലും എടുക്കില്ല അല്ലെ. ചിലപ്പോൾ നമുക്ക് 1 year, ചിലപ്പോൾ 6 months പോലും എടുക്കും, ചിലപ്പോൾ 2 years. ഇവന്റെ പകുതിയിൽ താഴെയായിരിക്കും നമ്മുടെ രണ്ടാമത്തെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ ഈ സാധാരണ ഒരാൾ 5 വർഷം ഈ കഴിഞ്ഞാലാണ് ഒരു ബിസിനസിന്റെ ഒരു വേറെ ലെവലിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഒരു സീരിയൽ എന്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ അതായത് ഒരു ബിസിനസ് കഴിഞ്ഞു, നമ്മൾ അടുത്ത ബിസിനസ് തുടങ്ങി, അതിന്റെ വിജയം കഴിഞ്ഞു, മൂന്നാമത്തെ തുടങ്ങി, നാലാമത്തെ തുടങ്ങി. നമ്മൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ സ്കൂളിൽ CMS പഠിക്കുന്ന കാലത്ത് ഇവിടെ അവരുടെയൊക്കെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു, 4 ക്ലാസ്സിന്റെ ഒക്കെ അല്ലെ. ഇപ്പൊ അവർക്കില്ലാത്ത ബിസിനസ്സുകളില്ല. അതൊക്കെ ഒരു സീരിയൽ എന്റർപ്രണർഷിപ്പാണ് ആക്ച്വലി. അവരത് തിരിച്ചറിഞ്ഞോട് കൂടിയിട്ടാണ് അതിൽ മാത്രം ഇരുന്ന പോരാ എന്നുള്ള ലെവലിലേക്ക് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഇതിലേക്ക് എൻട്രി ചെയ്യാം എന്നുള്ള ഒരു ചെറിയൊരു കാര്യമാണ്, നമുക്ക് ചെറിയൊരു ഇൻഫർമേഷൻ. അപ്പൊ നമ്മളൊരു 5 years ഇരിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ഒരു 6ാമത്തെ വർഷം നമ്മൾ അടുത്തൊരു ബിസിനസിന്റെ ഇംപ്ലിമെന്റേഷനെ കുറിച്ച് ആലോചിക്കണം. ഇംപ്ലിമെന്റേഷൻ അടുത്ത ബിസിനസിനെ കുറിച്ച് അപ്പൊ ആലോചിച്ചിട്ട് കാര്യമില്ല. 5 വർഷം കഴിഞ്ഞിട്ട് 6ാമത്തെ വർഷം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം. 6ാമത്തെ വർഷം ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 4 കൊല്ലം 3 കൊല്ലം മുന്നേ കുറിച്ച് ആലോചിക്കണ്ടേ അല്ലെ. നമ്മൾ ഇന്ന് ആലോചിച്ച് അതിനെ കുറിച്ച് പഠിച്ച് അതിനെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞ് പല ഐഡിയകൾ വർക്ക്ഔട്ടായി പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അവസാനമായിരിക്കും ചിലപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെ. ചിലപ്പോൾ അത് അവസാനിപ്പിക്കും, വേണ്ടെന്ന് വിചാരിക്കും. അപ്പൊ നമുക്കൊരു 5 കൊല്ലം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മളത് 5 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 3 കൊല്ലം മുന്നേ അതിനെ കുറിച്ചിട്ട് ചിന്തിക്കണം. ഓക്കെ. അപ്പൊ നമ്മളൊരു ബിസിനസ് പോവാണ്, 5 years ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം, പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മൾ മിനിമം അങ്ങനെയുള്ള സമയത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബിസിനസ് പോകുമ്പോൾ അല്ലെങ്കിൽ 2ാം വർഷം അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ ഒക്കെ നമ്മൾ എല്ലാ കോൺസെൻട്രേഷൻ നമ്മൾ ബിസിനസ്സിൽ ഉണ്ടാവണം. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സിസ്റ്റം പ്ലേസ് ചെയ്യും, സിസ്റ്റം നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, ഈ സിസ്റ്റം പ്ലേസ് ചെയ്യാൻ 5 വർഷം എടുക്കും. അപ്പൊ നമ്മൾ അങ്ങനെ അത് നമുക്ക് പറയാനേ പറ്റുള്ളൂ. ഇത് വർക്ക്ഔട്ട് ആണെങ്കിൽ അതിന്റെ ടൈം എടുക്കും ആദ്യത്തെ ബിസിനസ്. അപ്പൊ നമ്മളൊരു 10 ഐഡിയെങ്കിലും മിനിമം ചെയ്യണം. ഈ സമയത്ത് നമ്മളൊരു 10 ഐഡിയെങ്കിലും നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കണം. ഈ ഐഡിയനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മെന്റേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരൊക്കെ പരസ്പരം അറിയുന്ന ആളുകൾ അവരോടൊക്കെ ഡിസ്കസ് ചെയ്യാം നമുക്ക്. അപ്പൊ നമ്മൾ ചിന്തിക്കുക എപ്പോഴും ഞാൻ എന്റെ ഐഡിയനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് അത് കൊണ്ടിട്ട് തുടങ്ങുന്നു. അത് നോക്കിയിട്ട് കാര്യം നിങ്ങളുടെ ബിസിനസ് തുടങ്ങിയാലും കോപ്പി ചെയ്യാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. ഓക്കെ. അപ്പൊ ഐഡിയ അല്ല, നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ഇമ്പോർട്ടന്റ് ആക്ച്വലി. ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. ഓക്കെ. കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം, അതിന് വാലിഡേറ്റ് ചെയ്യാന്ന് പറയും. നിങ്ങൾ വാലിഡേറ്റ് ചെയ്യാൻ ആ 10 ബിസിനസ് ഐഡിയ നമ്മൾ അറ്റ്ലീസ്റ്റ് 1 or 2 നമുക്ക് തെരഞ്ഞെടുക്കാം, 3 തെരഞ്ഞെടുക്കാം. പക്ഷെ 3 കൊണ്ടായിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നില്ല. ബെസ്റ്റ് പോസിബിലിറ്റി നോക്കാം, അതിന്റെ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നു. അത് നമ്മൾ മെന്റേഴ്സിലേക്ക് ചെയ്യുന്നു. പിന്നെ നമ്മൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ബിസിനസ് പോകുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ്. അപ്പൊ നമുക്ക് പൈസ ഇല്ല, നമ്മൾ ബാങ്കിനെ സമീപിക്കുന്നു, പല സമ്മതിക്കുന്നു. ഇപ്പൊ നമ്മൾ ബാങ്കിങ് അല്ല, then we will search for the investors actually. നമുക്ക് മനസ്സിലായി പൈസ അല്ല, എനിക്ക് നല്ല ബിസിനസ് ഉണ്ടെങ്കിൽ പൈസ ഇല്ലെങ്കിൽ എനിക്ക് ബിസിനസ് ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ ആ പൈസ എത്തിക്കാനുള്ള മാർഗം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ 5 years അല്ലെ. ഞാൻ പറഞ്ഞു അല്ല, അങ്ങനെ നിങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടാവില്ല അല്ലെ. നമ്മൾ 5 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പൈസക്ക് സ്ട്രഗിളിംഗ് വരില്ല. നമുക്കറിയാം എങ്ങനെ ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടോ. 5 കൊല്ലത്തെ സ്ട്രഗിളിംഗ് അതാണ്. അവരെ ഇൻവെസ്റ്റേഴ്സ് വേണമെന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സിനെ നോക്കാം, അല്ലെങ്കിൽ സോഴ്സ് നോക്കുന്നു. പിന്നെ നമുക്ക് ആ ഇംപ്ലിമെന്റ് സിസ്റ്റം ഒരു മാനേജ് മൾട്ടിപ്പിൾ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ആക്ച്വലി. ആ സിസ്റ്റം നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് കുറച്ച് ദീർഘവീക്ഷണം വേണം. ആ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ ബിസിനസ് നേരേക്ക് പോകാനുള്ള സിസ്റ്റം അല്ല, മറിച്ച് നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ 2 ബിസിനസ് തുടങ്ങിയാലും 3 ബിസിനസ് തുടങ്ങിയാലും അതും എനിക്ക് മാനേജ് ചെയ്യാൻ പോകുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അവിടെ പോയിരിക്കുന്നു സിസ്റ്റം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താണ് സിമ്പിൾ ആയിട്ട് പറയാനുണ്ട്. ശരിക്കും സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്താൽ നമുക്ക്
ഞാൻ വെറുതെ സിസ്റ്റം അല്ല, എന്റെ ബിസിനസ് അതാണ്. അപ്പൊ നമുക്ക്